മമ്മൂട്ടി, മോഹൻലാൽ, ഗീത തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായ സിനിമയാണ് ഗീതം. സാജൻ സംവിധാനം ചെയ്ത ചിത്രം റിലീസായത് 1986 ഈ സിനിമ പൂർത്തിയായതോടെ സാജന് നഷ്ടപ്പെട്ടത് മോഹൻലാൽ എന്ന നടനെയാണ്. ഗീതം എന്ന ചിത്രത്തിന് ശേഷം ഇനിയൊരു സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യില്ലെന്ന് മോഹൻലാൽ തന്നോട് പറഞ്ഞതായി സാജൻ വെളിപ്പെടുത്തുന്നു. അതിന് കാരണം മമ്മൂട്ടിയായിരുന്നു അത്രേ. ഗീതത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉള്ളൊരു രംഗം വളരെ കൊഴുപ്പിച്ചാണ് എടുത്തത്. മോഹൻലാൽ നോ ഇറ്റ്സ് ടു ബാഡ് എന്നൊക്കെ പറയുന്ന രംഗം മമ്മൂട്ടി ആവശ്യപ്പെട്ട് സാജൻ ഒഴിവാക്കുകയായിരുന്നു. ഇത്രയും ഭംഗിയായി അഭിനയിച്ചിട്ട് ലാൽ എൻ്റെ അടുത്ത് അവസാനം നോ ഇറ്റ്സ് ടു ബാഡ് എന്ന് പറയുമ്പോൾ അത്രയും നേരം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് വെറുതെയാകില്ലേ, അതുകൊണ്ട് അത് കട്ട് ചെയ്യണം എന്നായിരുന്നു മമ്മൂട്ടിയുടെ ആവശ്യം. ചിത്രത്തിലെ നായകൻ മമ്മൂട്ടി ആയതിനാൽ അദ്ദേഹത്തെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സാജന് മനസ്സിലായി. അങ്ങനെ ആ സീൻ ഒഴിവാക്കി. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് അതൊഴിവാക്കി അല്ലേ എന്ന് വിഷമത്തോടെ മോഹൻലാൽ സാജനോട് ചോദിച്ചു. സംഭവം അവിടം കൊണ്ട് കഴിഞ്ഞില്ല. ഡബ്ബിങ് കഴിഞ്ഞ് ലാൽ പോകുമ്പോൾ നമ്മൾ തമ്മിൽ ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാകില്ല എന്ന് മോഹൻലാൽ തന്നോട് പറഞ്ഞുവെന്ന് സാജൻ വിഷമത്തോടെ ഓർത്തെടുക്കുന്നു.